ഹായ് ഫ്രണ്ട്സ്, ഞാൻ റിൻസി ജോൺസൺ. സംസാരം ടി വിയുടെ എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം. നിങ്ങളെല്ലാവരും എന്നെ നിങ്ങളുടെ ഹൃദയത്തോട് ചേർത്തതിൽ എനിക്ക് വളരെ സന്തോഷം. ഇന്ന് നമ്മളൊരു പുതിയ ഡിഷുമായിട്ടാണ് വരുന്നത്. നമ്മൾക്ക് ഈ ഡിഷിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ബീഫ് ഫ്രൈ ആണ്. അതിൽ നമ്മൾക്ക് ഇഞ്ചി, വെളുത്തുള്ളി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി ഒന്നും വേണ്ട. ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്ന കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് കൊണ്ട് മാത്രം വളരെ രുചികരമായ ഒരു ബീഫ് ഫ്രൈ ആണ് ഞാനിന്നിവിടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുക. എല്ലാവരും നിങ്ങൾ കാണുമ്പോൾ തന്നെ നിങ്ങൾ ഉണ്ടാക്കി നോക്കാൻ ഒരു ശ്രമം നടത്തുമെന്ന് എനിക്കറിയാം. കാര്യം എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു രുചിയായിരിക്കും ഇത്. നമ്മൾ ആലോചിക്കുമ്പോൾ തന്നെ പലരും ഇങ്ങനെ എന്നോട് ചോദിക്കാറുണ്ട്, ഇഞ്ചിയും വെളുത്തുള്ളി ഇല്ല, കുരുമുളകില്ല, അങ്ങനെയൊക്കെ ഒരു ബീഫ് ഫ്രൈയോ? പക്ഷേ നിങ്ങളിതൊന്ന് പരീക്ഷിച്ച് നോക്കൂ. ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഫ്ലവേഴ്സ് ടി വിയിലൂടെ മേളം മറക്കാത്ത സ്വാദ് എന്ന കുക്കറി ഷോയിലൂടെ ഞാൻ ഫൈനലിസ്റ്റ് ആയിരുന്നു. അതിൽ ഞാൻ ഫസ്റ്റ് പ്രൈസ് വാങ്ങിച്ച ഒരു ഡിഷാണിത്. പല മാന്യ പ്രേക്ഷകർക്കും സുഹൃത്തുക്കൾക്കും ഇത് സംസാരം ടി വിയിലൂടെ ഒന്ന് കാണണമെന്നുള്ള ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചതുകൊണ്ട് ഞാൻ നിങ്ങളുടെ മുൻപിലേക്ക് ഈ ഒരു പുതിയൊരു രുചി നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുകയാണ്. നമ്മൾക്ക് ഒന്ന് നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. നമുക്ക് വേണ്ടുന്നത് ബീഫാണ്. ഞാൻ കുറച്ച് നെയ്യുള്ള ബീഫായിരിക്കും ഏറ്റവും നന്നാവുക. ഞാൻ ഈ ബീഫ് 1 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. ഇതിൽ ഞാൻ ഒരു സവോളയും കുറച്ച് കറിവേപ്പിലയും കുറച്ച് ഉപ്പും ചേർത്ത് വേവിച്ച് വെച്ചേക്കുന്നതാണ്. നമ്മൾ അതിൽ വെള്ളമൊന്നും ചേർക്കാതെ ഒരു 2 വിസിൽ കുക്കറിൽ ഇടുവാണ്. 2 വിസിൽ അടിച്ചാൽ മതിയാവും. കാര്യം എന്നാ ചോദിച്ചാൽ നമുക്ക് ഇത് ഒത്തിരി വെന്ത് പോയാൽ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് അങ്ങ് പോവും. പിന്നെ അതിനകത്ത് ബാലൻസ് വന്ന വെള്ളമാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾക്ക് വേണ്ടുന്നത് നമ്മുടെ തേങ്ങാക്കൊത്ത്. ബീഫ് ഫ്രൈ ആവുമ്പോൾ മലയാളികൾക്ക് എല്ലാവർക്കും ഒരു തേങ്ങാക്കൊത്തിൻ്റെ കടി ഭയങ്കര താല്പര്യമാണ്. പിന്നെ നമുക്ക് വേണ്ടുന്നത് ചെറിയുള്ളിയാണ്, വറ്റൽമുളക്, എരിവിന് ഞാൻ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന വറ്റൽമുളക്, ഉപ്പ്, വെളിച്ചെണ്ണ, പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ ടേസ്റ്റ് മേക്കർ, നമ്മുടെ കറിവേപ്പിലയാണ്. ഇത്രയും സാധനം മതി നമുക്ക് രുചികരമായ ഒരു ബീഫ് ഫ്രൈ ഉണ്ടാക്കാൻ. ഞാൻ അതിന് എടുത്തേൽക്കുന്നത് ഒരു ഉരുളിയാണ്. ഇങ്ങനെ ഒരു ഓട്ടുരുളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ വീട്ടിൽ ചുവട് കട്ടിയുള്ള ഉരുളിയോ അല്ലെങ്കിൽ ചീനിച്ചട്ടിയോ എന്തോ ആവാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള, നിങ്ങൾക്ക് ഉപയോഗിക്കാൻ ഒരു തൃപ്തിയുള്ള ഒരു പാത്രം എടുത്തിട്ട് നിങ്ങൾ അതിൽ തുടങ്ങുക. നമുക്ക് സ്റ്റൗ ഒന്ന് കത്തിക്കാം. ഈ ചട്ടിക്ക് ഒരു പ്രത്യേകത ഉണ്ട്, ചൂടായി കിട്ടിയാൽ പിന്നെ വേഗം നമ്മുടെ കറി റെഡി ആയിക്കോളും. അതുപോലെ തന്നെ ഞാൻ പറയട്ടെ, ഞാൻ നിങ്ങളോട് പറഞ്ഞു ഞാൻ ഫ്ലവേഴ്സ് ടി വിയിലൂടെ ഞാൻ മത്സരിച്ച് വന്ന ഒരു മത്സരാർത്ഥിയാണ്. അതിൽ ഈ ഒരു ഡിഷ് ടേസ്റ്റ് ചെയ്യാൻ അത് ജഡ്ജസിന് വരെ അവർ അഭിപ്രായം പറഞ്ഞപ്പോൾ ഞാൻ കേട്ടതാണ്, പറയുകയായിരുന്നു, ഇത്രയും രുചി എന്ന് പറഞ്ഞാൽ ഇത്രയും സിമ്പിളായിട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് ഉണ്ടാക്കി. ഇങ്ങനെ എൻ്റെ കൂടെ മത്സരിച്ച എല്ലാം വലിയ പുലികളാണ്, എന്നാലും എന്തോ ദൈവാനുഗ്രഹം കൂടെ കൂടി ചേർന്ന് എനിക്ക് അങ്ങനെ ഒരു ഫസ്റ്റ് കിട്ടി. ഇതിനകത്ത് ഒരു 6-7 ഐറ്റത്തിന് എനിക്ക് ഫസ്റ്റ് ഫ്ലവേഴ്സിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അത് ഓരോരുത്തരായിട്ട് നമ്മളോട് അത് ചോദിക്കുന്നുമുണ്ട്. സാമ്പാറുണ്ട്, മാമ്പഴ പുളിശ്ശേരി, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ആലപ്പുഴ മീൻകറി, ഇതൊക്കെ പുറകെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരികയും ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട്. നമ്മൾ വെളിച്ചെണ്ണയാണ് ഇതിന് ഉപയോഗിക്കേണ്ടത് കേട്ടോ. നമ്മുടെ നാടൻ ഡിഷ് ആയതുകൊണ്ടും ബീഫിന് എപ്പോഴും വെളിച്ചെണ്ണയാണ് ഏറ്റവും നല്ലതെന്നുകൊണ്ടും ഒരു 4-5 സ്പൂൺ വെളിച്ചെണ്ണ നമുക്ക് ഒഴിക്കാം. ഇത് മതിയാവും. നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. ആദ്യം നമ്മൾ ഇടുക തേങ്ങാക്കൊത്താണ്. ഈ അരമുറി തേങ്ങയുടെ 1 കിലോ ബീഫിന് ഞാൻ അരമുറി തേങ്ങയുടെ കൊത്താണ് എടുത്തേക്കുന്നത്. ഇത് ഓപ്ഷനായിട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് ഇട്ടാൽ മതി. എന്നാലും ബീഫിനൊരു തേങ്ങാക്കൊത്ത് ആവശ്യമാണ്. എല്ലാവരും ഒന്ന് ശ്രമിക്കുക. ഇടാൻ തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം. നമുക്കിനി അതൊന്ന് ഇളക്കി കൊടുക്കണം. ഇങ്ങനെ നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കണം. നമ്മൾ ഈ കറിവേപ്പില ഇടുന്നത് നിങ്ങൾക്കറിയാം കറിവേപ്പിലയുടെ ഗുണങ്ങൾ. ഈ കറിവേപ്പില എടുത്ത് കറിയിൽ നിന്ന് കളയാനല്ല, ഇത് നിങ്ങൾ ചവച്ചരച്ച് കഴിക്കണം. ഇതിനകത്ത് കിടക്കുമ്പോൾ ഫ്രൈ ആകും. അപ്പോൾ അത് കറിവേപ്പില എടുത്ത് മാറ്റി കളയാതെ ആ കറിവേപ്പിലയും കൂടെ കൂട്ടി ചവച്ച് കഴിക്കണം. എന്നാലേ അതിൻ്റെ ഗുണം നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം.
കറിവേപ്പിലയാണ് ഇതിനകത്ത് നമുക്ക് ടേസ്റ്റിന് കേട്ടോ നമ്മൾ ഉപയോഗിക്കുക. കാര്യം എന്ന് വെച്ചാൽ നമുക്ക് വേറെ ഒന്നും നമ്മൾ എടുക്കുന്നില്ലല്ലോ. കറിവേപ്പിലയുടെ ഗുണങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. നിങ്ങൾ കഴിക്കണം കറിവേപ്പില, ദഹനത്തിനൊക്കെ നല്ലതാണ്. അതുപോലെ തന്നെ ഇതിനകത്ത് നമ്മുടെ ഈ തേങ്ങാക്കൊത്ത് നല്ലപോലെ മൂത്ത് കഴിയുമ്പം നല്ലപോലെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി നല്ലപോലെ ഒന്ന് മൂത്ത് കഴിയുമ്പോഴത്തേനും നമ്മൾക്ക് നമ്മുടെ ചെറിയുള്ളിയാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇതൊന്ന് മൂക്കട്ടെ. ഞാൻ പറഞ്ഞില്ലേ, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ചങ്ങനാശ്ശേരിക്കാര് കൂടുതൽ എന്നെ സ്നേഹിക്കുന്നതായിട്ടൊക്കെ ഞാൻ മെസ്സേജിലൊക്കെ എനിക്ക് വായിക്കാൻ പറ്റി. നമ്മൾക്ക് എപ്പോഴും അങ്ങനെ തന്നെയാണ് അല്ലേ. നമ്മൾ ഏത് നാട്ടിൽ ജീവിച്ചാലും നമ്മൾ ജനിച്ച് വളർന്ന നമ്മുടെ നാട് നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. നമുക്ക് എപ്പോഴും ഓർമ്മകൾ അവിടെ തന്നെയായിരിക്കും. അപ്പോൾ പലരും ഞാൻ ചങ്ങനാശ്ശേരിയാണെന്നൊക്കെ കേട്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. ഞാൻ ചങ്ങനാശ്ശേരി ചെത്തുപുഴയാണ് എൻ്റെ വീട്. ഇപ്പോഴും ഞാൻ പറഞ്ഞില്ല, ഞാൻ മാത്രമേ ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളൂ. എൻ്റെ ബന്ധുക്കളും സഹോദരങ്ങളും അമ്മയും എല്ലാം നാട്ടിൽ തന്നെയാണ്. അപ്പം എല്ലാവരും ഞാൻ പറഞ്ഞു നമ്മുടെ ആ നാടിനെ, പിന്നെ ചങ്ങനാശ്ശേരിക്കാർക്ക് ഒരു പ്രത്യേക ഒരു ഗുണം ഈ നാട്ടുകാർ പറയാറുണ്ട്. അവർ ഭയങ്കര സംസാരപ്രിയരാണ്, അതുപോലെ കുറച്ച് തൻ്റെടികളാന്നൊക്കെ. ഞാൻ ആ ഒരു തലപ്പാവ് എടുത്ത് തലയിൽ വെക്കാൻ തന്നെ ഞാൻ ഒരു മടിയില്ല. കാര്യം എന്ന് വെച്ചാൽ മോശക്കാരാണെന്നല്ലല്ലോ പറയുക, മൊണ്ണകളാണെന്നല്ലല്ലോ പറയുക. ചങ്ങനാശ്ശേരിക്കാർ നല്ല തൻ്റെടി പെണ്ണുങ്ങളാണ്, അല്ലെങ്കിൽ സംസാരിക്കാൻ കഴിവുള്ളവരാണ്, ഒരു കുടുംബത്തിൽ വന്നാൽ നല്ലപോലെ പെരുമാറാൻ കഴിവുള്ളവരാണ്. അപ്പോൾ ആ രീതിയിൽ അതിനെ ഞാനൊരു നല്ല കഴിവായിട്ട് തന്നെ അങ്ങ് സ്വീകരിക്കുകയാണ്. നമ്മുടെ തേങ്ങാക്കൊത്ത് നല്ലപോലെ മൂത്ത് വരുന്നുണ്ട്. തേങ്ങാക്കൊത്ത് മൂത്ത് വരുന്നുണ്ട്. ഇനി നമ്മൾക്ക് 1 കിലോ ബീഫിന് നമ്മൾ 200 ഗ്രാം ചെറിയുള്ളി എടുക്കുക കേട്ടോ. ഇത് നമ്മൾ മുഴുവനായിട്ടും നമുക്ക് ഇട്ട് കൊടുക്കാം. ഈ ചെറിയുള്ളിയാണ് ബീഫിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് തന്നെ ചെറിയുള്ളിയാണ്. അപ്പം നമുക്കത് മുഴുവനും ഇട്ട് കൊടുക്കണം. 200 ഗ്രാമാണ് 1 കിലോ ബീഫിന് വേണ്ടിയത്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. നമ്മൾ ഉപ്പിട്ടാണ് ബീഫ് വേവിച്ചിരിക്കുന്നത്, എന്നാലും നമ്മൾ ആ ചെറിയുള്ളിക്കും തേങ്ങാക്കൊത്തിനും ഒക്കെ ഉള്ള ഒരു കുറച്ചുപ്പ് വേണമെങ്കിൽ നമുക്ക് ഇനിയും ചേർക്കാം. എപ്പോഴും നിങ്ങൾ ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കുക, നമുക്ക് ആവശ്യത്തിനുള്ള, നമുക്ക് നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന പോലെ, പിടുത്തം വിട്ടു പോകുന്ന പോലെ ഇടരുത്, കുറച്ചിടുക. വേണമെങ്കിൽ നമുക്ക് ഇനിയും ഉപയോഗിക്കാവുന്നതാണ്. അപ്പം ഉപ്പിടുമ്പോൾ വളരെ ശ്രദ്ധിക്കുക. ഇനി നമ്മുടെ അവധിക്കാലമൊക്കെ അല്ലേ വരിക, അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെ ഇത് ഇത്രയും സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്ന ഡിഷ് ആയതുകൊണ്ട് നമ്മുടെ മക്കളെ ഇത് പഠിപ്പിക്കുക. അവധിക്കാലത്ത് അവരോട് കുക്ക് ചെയ്യാൻ പറയുക, അവരെ ഉണ്ടാക്കി നമുക്ക് തരിക. അതൊക്കെ ഒരു സന്തോഷമുള്ള കാര്യമാണല്ലോ. അപ്പോൾ അങ്ങനെ നമ്മുടെ കുഞ്ഞുങ്ങളെ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പഠിപ്പിച്ചു കൊടുക്കുക. അതുപോലെ ഈ രുചികൾ ഈ സിമ്പിളായിട്ട് നമുക്ക് ഒരുപാട് മസാലകളൊന്നുമില്ലാതെ, ഇത് അൾസർ ഉള്ളവർക്ക് കഴിക്കാൻ ഏറ്റവും നല്ലൊരു സാധനം കേട്ടോ. ഒരുപാട് പേർക്ക് മസാലകൾ ഉപയോഗിക്കാൻ പറ്റാത്തവരുണ്ട്. അപ്പോൾ കുറേ പേര് എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ റെസിപ്പി ഒന്ന് എൻ്റെ വൈഫിന് പറഞ്ഞു കൊടുക്കണം. കാര്യം വെച്ചാൽ എനിക്ക് അൾസറാണ്, എനിക്ക് ഈ മസാലകളൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതാവുമ്പോൾ എനിക്ക് ബീഫ് തിന്നാൻ കൊതി എനിക്ക് കഴിക്കുകയും ചെയ്യാമല്ലോ, എൻ്റെ കൊതി അടക്കി വെക്കണ്ടല്ലോ. അപ്പം അങ്ങനെ പറയുന്ന ആൾക്കാരും ഉണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ളവർക്കും ഇത് കഴിക്കാം. അല്ലേ തന്നെ ഇത് വളരെ ടേസ്റ്റിയാണ്. നിങ്ങൾക്കറിയാമല്ലോ ഇതിനകത്ത് വേണ്ടുന്ന സാധനം ചെറിയുള്ളി, തേങ്ങാക്കൊത്ത്, വറ്റൽമുളക്, കറിവേപ്പില, പിന്നെ ബീഫ്. അപ്പം തന്നെ നമുക്കറിയാം ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ടേസ്റ്റ് ആയിരിക്കും. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നമ്മുടെ ചെറിയുള്ളി അങ്ങനെ മൂത്ത് വരുന്നുണ്ട്, നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾക്ക് നമ്മുടെ എരിവിന് ചേർക്കുക. വറ്റൽമുളകാണ് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് നിങ്ങളുടെ ഇഷ്ടത്തിനാണ് ചേർക്കേണ്ടത്. ഒരു കിലോ ബീഫിന് ഒരു 50 ഗ്രാം, അതൊക്കെ നല്ല എരിവ് യൂസ് ചെയ്യുന്നവർക്കാണ്. നിങ്ങൾക്ക് ഈ എരിവ് എപ്പോഴും നിങ്ങൾക്ക് ഉണ്ടാക്കുന്ന ആളുടെ ഇഷ്ടത്തിനനുസരിച്ച്. ഞാനിപ്പം നമുക്കൊരു അത്യാവശ്യം ഒരു എരിവിനുള്ളത് ചേർത്തിട്ടുണ്ട്. ഇത് മതിയാവും. വറ്റൽമുളക് അങ്ങനെ മൂത്ത് വരുന്നുണ്ട്. ഇനി നമുക്ക് ഉപയോഗിക്കേണ്ടത് നമ്മുടെ വെള്ളം, നമ്മളുടെ ഈ ബീഫിനകത്തുനിന്ന് കിട്ടിയ ആ സ്റ്റോക്ക് ഉണ്ടല്ലോ, വെള്ളം ഉണ്ടല്ലോ, അത് കണ്ടോ നെയ്യൊക്കെ കിടക്കുന്നുണ്ടോ. അത് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, കുറച്ച് നെയ്യുള്ള ബീഫാണെങ്കിൽ ഒന്നും കൂടെ ടേസ്റ്റ് ആയിരിക്കും. ഞാൻ ഇതിനകത്തോട്ട് ഈ വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണേ.
നമുക്ക് ഈ വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഇതിനകത്ത് ഈ വെള്ളവും കൂടെ ഒഴിച്ചു. ഇപ്പം നിങ്ങൾ കുക്കറിൽ വേവിച്ച് കഴിയുമ്പോൾ നമുക്ക് വേവ് കുറച്ചും കൂടെ കുറവാണ് എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ബീഫും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ ഇടാം. ഇപ്പം എൻ്റെ ബീഫ് അത്യാവശ്യം വെന്തിട്ടുണ്ട്, എന്നാലും ഇതിനകത്തും കൂടെ കിടന്ന് ഒന്നും കൂടെ വെന്തോട്ടെ ഉള്ളത് കൊണ്ട് ഞാൻ ഇതും കൂടെ അങ്ങോട്ട് ചേർക്കുകയാണ്. നമ്മൾ ഈ ഈ വെള്ളത്തിനകത്തോട്ട് നമ്മൾ ബീഫ് ഇട്ടിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് അവിടെ വെക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് വെള്ളമൊക്കെ വറ്റി ഒന്ന് വരട്ടെ. ഇത് ഒരു വെള്ളം വറ്റി വരുന്ന ഒരു സെമി ഗ്രേവി പരുവത്തിൽ നമുക്ക് കഴിക്കാം കേട്ടോ. കാര്യം വെച്ചാൽ ചപ്പാത്തിയുടെ കൂടെയോ അല്ലെങ്കിൽ പത്തിരിയുടെ കൂടെയോ ഒക്കെ ആണെങ്കിൽ ഒരു വെള്ളം വറ്റി ഒരു കുഴമ്പ് പരുവാകുന്ന ഒരു പരുവുണ്ടല്ലോ, ആ പരുവത്തിൽ നമുക്ക് കഴിക്കാം. ചോറിൻ്റെ കൂടെയൊക്കെ ആണെങ്കിൽ നമുക്ക് നല്ല പോലെ ഡീപ്പായിട്ട് ഫ്രൈ ചെയ്ത് കറുപ്പിച്ച് നമുക്ക് കഴിക്കാം. ഇത് ഇരുന്നൊന്ന് തിളച്ച് വെള്ളം വറ്റട്ടെ. അങ്ങനെ നമ്മുടെ ബീഫിൻ്റെ വെള്ളമൊക്കെ വറ്റി ഇത് കണ്ടോ വരണ്ട് വരുന്ന് തുടങ്ങുന്നുണ്ട് കേട്ടോ. ആയിട്ടില്ല, നല്ലപോലെ കറക്കും. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു പരുവത്തിലും ഈ ഒരു സ്റ്റേജിലും നിങ്ങൾക്ക് കഴിച്ചു തുടങ്ങാം. ചപ്പാത്തിയുടെ കൂടെയോ അല്ലെ പത്തിരിയുടെയൊക്കെ കൂടെ നമുക്ക് ഈ ഒരു സ്റ്റേജിലും കഴിക്കാം. എന്നാൽ ഞാൻ ഒന്നും കൂടെ കറുപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടാവും, ഇതിനകത്ത് മഞ്ഞപ്പൊടി ചേർത്തിട്ടില്ല, മുളക് പൊടിയില്ല, ഇഞ്ചി വെളുത്തുള്ളി ഇല്ല, കുരുമുളക് പൊടിയില്ല, ഇതില്ലാതെ എങ്ങനെ കറുത്ത് വരും എന്ന് നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നന്നായിട്ട് കറുപ്പിച്ച് കാണിച്ചു തരാം. ഇത് ഇങ്ങനെ ഉണ്ടാവും, ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് ഒരു ലേശം പച്ച കറിവേപ്പില നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. കുറച്ച് കറിവേപ്പിലയും കൂടി ഒന്ന് ഇട്ട് കൊടുക്കും. നന്നായിട്ട് ഇനി ഒന്ന് ഇളക്കാം. അങ്ങനെ നമ്മുടെ ബീഫിനകത്തെ വെള്ളമൊക്കെ വറ്റി കറുത്ത് വരുന്ന കണ്ടോ. ഇത് കണ്ടോ, മൂക്കിൻ്റെ ഇങ്ങോട്ട് വരുമ്പോൾ ഒക്കെ എന്തൊരു സ്മെല്ലാണ് വരുന്നതെന്നറിയോ. ഇത് ശരിക്കും നമ്മൾ ഏത് ഡിഷ് ഉണ്ടാക്കിയാലും ആ സാധനത്തിൻ്റെ രുചിയാണ് നമുക്ക് വേണ്ടി. ഇപ്പം ബീഫിന് ഈ ബീഫ് ഫ്രൈക്ക് ബീഫ് ഫ്രൈയുടെ തന്നെ ടേസ്റ്റാണ്, അല്ലാതെ വേറൊരു മസാലയുടെ ടേസ്റ്റോ മസാലയുടെ കുത്തോ ഒന്നുമില്ല. ഇത് ശരിക്കും ഒരു കഷ്ണം എടുത്ത് വായിലിട്ട് നോക്കിയാൽ ആ ബീഫ് ഫ്രൈ നാച്ചുറൽ ടേസ്റ്റ്, പഴയ നമ്മുടെ അമ്മമാരുണ്ടാക്കിക്കൊണ്ടിരുന്ന മസാലകളൊന്നുമില്ലാത്ത ആ രുചികരമായ ബീഫ് ഫ്രൈ കണ്ടോ. ഇത് കണ്ടാൽ തന്നെ നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. ഇത് ഞാൻ പറഞ്ഞില്ലേ, പല സ്റ്റേജിലായിട്ട് നമുക്കിത് കഴിക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്റ്റേജിൽ. ഇനിയും ഇത് കറുപ്പിക്കാം. ഇത് ഞാൻ ഒരു കറുത്തോണ്ടിരിക്കുകയാണ്. ഇനിയും നിങ്ങൾക്ക് ഇട്ട് കറുപ്പിക്കാം ചോറിൻ്റെ കൂടെ. ഇത് പിന്നെ നിങ്ങൾക്ക് ഗൾഫിലേക്കൊക്കെ വിദേശത്തേക്കൊക്കെ കൊടുത്തു വിടണമെങ്കിൽ നിങ്ങൾക്ക് ഇത് കൊടുത്തു വിടാൻ കേടാവത്തില്ല. നമ്മൾ ചെറിയുള്ളിയൊക്കെ നല്ലപോലെ ഫ്രൈ ആയി വഴന്ന് അതിൻ്റെ ഉള്ളിലങ്ങ് ആയി ചേർന്നത് കൊണ്ട് ഇത് കേടായി പോവില്ല. അതുപോലെ എത്ര ദിവസം വേണേലും നിങ്ങൾക്കിത് വെച്ച് ഉപയോഗിക്കാവുന്നതാണ്. ഒന്ന് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടൊന്ന് ചൂടാക്കി ഉണക്കി എടുക്കുമ്പോഴാണല്ലോ ഇതിന് ടേസ്റ്റ് കൂടുക. അങ്ങനെ സ്വാദിഷ്ടമായ നമ്മുടെ ബീഫ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനി ഇത് കറുപ്പിക്കാം. ഇപ്പം ഞാൻ പറഞ്ഞില്ല, നമ്മൾ ഏത് ഡിഷ് ഉണ്ടാക്കുമ്പോഴും നമുക്ക് അതിൻ്റെ ആ ഒരു ഡിഷിൻ്റെ രുചി വരണം. ഇല്ല, ബീഫ് ഉണ്ടാക്കുമ്പോൾ ബീഫിൻ്റെ രുചിയാണ് നമുക്ക് മുന്നേ വരേണ്ടത്. അല്ലാതെ നമുക്ക് മറ്റ് മസാലകൾ വരുമ്പോഴത്തേനും നമ്മുടെ ബീഫിൻ്റെ രുചി അങ്ങ് മാറിപ്പോവും. നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൂ, എന്നിട്ട് നിങ്ങൾ അഭിപ്രായം പറയൂ. അതുപോലെ തന്നെ പ്രോത്സാഹിപ്പിക്കണം. നമുക്ക് ഇത് ഒന്ന് സെർവിങ് പ്ലേറ്റിലേക്ക് ഒന്ന് മാറ്റാം, എന്നിട്ട് നമുക്കൊന്ന് ടേസ്റ്റൊക്കെ ഒന്ന് നോക്കണ്ടേ. ഇങ്ങനെ നമുക്കൊന്ന് എടുത്ത് നമുക്ക് ഒന്ന് ടേസ്റ്റൊക്കെ ചെയ്യാൻ കൊടുക്കാം. കറിവേപ്പിലയാണല്ലോ നമ്മുടെ ഇതിനകത്തെ ഒരു ടേസ്റ്റ് മേക്കർ. അതുകൊണ്ട് നമുക്ക് ഗാർണിഷിങ്ങിനും ഒരു കറിവേപ്പിലയൊക്കെ ഒന്ന് വെച്ച് ഒന്ന് ഗാർണിഷ് ചെയ്യാം. അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ, ഇത് അത്രയും ടേസ്റ്റിയാണ്.
എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. അതുപോലെ തന്നെ നിങ്ങൾ അഭിപ്രായങ്ങൾ പറയണം. അതുപോലെ ഇനിയും നിങ്ങൾക്ക് ആവശ്യമുള്ള, എനിക്കറിയാവുന്ന, നിങ്ങൾക്ക് തോന്നുന്ന, നിങ്ങൾക്ക് ആവശ്യമുള്ള ഡിഷുകൾ നിങ്ങൾ എന്നോട് പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരാം. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ, ഞാനൊരു ചങ്ങനാശ്ശേരിക്കാരി ആയതുകൊണ്ട് ചങ്ങനാശ്ശേരിക്കാർക്ക് അറിയാം ചങ്ങനാശ്ശേരിയുടെ ഗുണം. അപ്പോൾ എല്ലാവരും നിങ്ങൾ ഇത് ഉണ്ടാക്കി നോക്കുക, എല്ലാവർക്കും ഷെയർ ചെയ്യുക, നിങ്ങളിത് പറഞ്ഞു കൊടുക്കുക. ഇത്രയും സിമ്പിളായിട്ടുള്ള ഒരു ഡിഷാകുമ്പോൾ നിങ്ങളെല്ലാവർക്കും പറഞ്ഞു കൊടുക്കണം. പറഞ്ഞു കൊടുക്കുകയും നിങ്ങളിത് ഉണ്ടാക്കി മറ്റുള്ളവർക്ക് കൊടുക്കുകയും നിങ്ങളുടെ വീട്ടിലുണ്ടാക്കി എല്ലാവർക്കും സ്നേഹത്തോടു കൂടി നിങ്ങൾ വിളമ്പുകയും ചെയ്യണം. ഇനി നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്യണ്ടേ? ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ മക്കളെ തന്നെ ഞാനൊന്ന് വിളിക്കുകയാണ്. വാ, അമ്മ ഉണ്ടാക്കിയ ബീഫ് എങ്ങനെയുണ്ടെന്ന് നോക്കി പറഞ്ഞേ. പറഞ്ഞ കഴിച്ചു വാങ്ങിക്കോ. നല്ല ചൂടുണ്ട്. പിന്നെ എൻ്റെ അമ്മ ഉണ്ടാക്കിയതുകൊണ്ട് പറയുമല്ല, സംഭവം പൊളിയാണ്. ഈവൻ ഞാൻ ഈ സാധനം കോളേജിൽ കൊണ്ടുപോയാൽ പോലും എനിക്കൊരു തുള്ളി പോലും കിട്ടാറില്ല. ബിക്കോസ് അത്രയ്ക്ക് പിടിച്ചുപറിയാണിത്. എനിവേ ഒരു മസാല ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും. ബിക്കോസ് അത്രയ്ക്ക് ടേസ്റ്റാണ് ഈ സാധനം. എക്സ്പ്രസ് ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങളൊക്കെ ഉണ്ടാക്കി നോക്കിയാലേ നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് മനസ്സിലാവുള്ളൂ. അപ്പോൾ എല്ലാവരും വീട്ടിൽ പോയിട്ട് മറക്കാതെ ട്രൈ ചെയ്യണം, അല്ലേ അമ്മ? അതെ 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 അതെ.